യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കിയവർക്ക് സഹപ്രവർത്തകരിൽ നിന്ന് ആശംസകളും പ്രത്യേകം യാത്രയയപ്പ് ചടങ്ങുകളുമൊക്കെ നൽകുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. സർവീസ് കാലഘട്ടത്തിൽ ഒരു നല്ല സേവനം പൂർത്തിയാക്കിയവർക്ക് സന്തോഷത്തോടെ തങ്ങളുടെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കിയ സംതൃപ്തി എപ്പോഴും ഉണ്ടായിരിക്കും. അന്നത്തെ ദിവസം സഹപ്രവർത്തകർ നടത്തുന്ന ആശംസകൾ എല്ലാം തന്നെ ഹൃദയസ്പർശിയുമായിരിക്കും. ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ളവർക്ക് അഭിമാന നിമിഷങ്ങളായിരിക്കും അത്. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിൽ പൗലോസിന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗം കാണാനായി കഴിയും. ത്രോവാസിലെ മുഴുരാത്രി ശുശ്രൂഷയ്ക്ക് ശേഷം മിലാത്തോസിലേക്ക് പൗലോസും കൂട്ടരും യാത്രയായി. പെന്തക്കോസ്ത് ദിനമാകുമ്പോഴേക്കും യെരുശലേമിൽ എത്തണമെന്ന് താൻ വളരെ ആഗ്രഹിച്ച് തിടുക്കത്തോടെ യാത്ര ചെയ്യുന്ന പൗലോസിനെ നമുക്കിവിടെ കാണാം. കാരണം യെരുശലേമിലെ ഉത്സവത്തിന് കൂടുന്ന ബഹുപുരുഷാരത്തോട് വചനം പറയാനുള്ള അവസരമായി താൻ അതിനെ കണക്കാക്കി. പൗലോസ് നടന്നാണ് അടുത്ത തുറമുഖത്തേക്ക് പോയത്. തന്റെ കൂട്ടുകാർ കപ്പലിൽ കയറി അവിടെ എത്തി. സുവിശേഷത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ താൻ തയ്യാറായിരുന്നു. തന്റെ ശരീരത്തിലെ ബലഹീനതകളൊന്നും അദ്ദേഹം കാര്യമാക്കിയില്ല. മൈലുകൾ യാത്ര ചെയ്യുവാൻ, നടക്കുവാൻ ഒന്നും മടിയില്ലാത്ത ഒരു സുവിശേഷകൻ. തന്റെ മടക്കയാത്രയിൽ എഫേസോസിൽ വീണ്ടും എത്താൻ തനിക്ക് കഴിയുകയില്ല. ആയതിനാൽ മിലേത്തോസിൽ വെച്ച് എഫേസോസിലെ മൂപ്പന്മാരുമായി ഒരു കൂടിക്കാഴ്ച അദ്ദേഹം തീരുമാനിച്ചു. അവരും 30 മൈൽ യാത്ര ചെയ്ത് മിലേത്തോസിലെത്തി. ഏതൊരു ശുശ്രൂഷക്കാരനും മാതൃകയാക്കാവുന്ന ഒരു നല്ല സന്ദേശം ആ ദിവസങ്ങളിൽ പൗലോസ് അവർക്ക് നൽകി. 20-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെ വായിക്കുമ്പോൾ തന്റെ ഭൂതകാലത്തെ താൻ പരാമർശിക്കുന്നു. 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ വർത്തമാനകാലത്തെ പരാമർശിക്കുന്നു. 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഭാവി കാലത്തെ പറ്റിയുള്ള പ്രസംഗമാണ്. താൻ എഫേസോസിൽ കർത്താവിനെ എങ്ങനെ സേവിച്ചുവെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ കർത്താവിനെ സേവിച്ചു. താൻ പ്രസംഗിക്കുക മാത്രമല്ല, ഉപദേശിക്കുകയും കൂടി ചെയ്തു. പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെച്ചതുമില്ല. ഒരുവന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടുന്നത് എല്ലാം തന്നെ താൻ എഫേസ്യ സഭയ്ക്ക് നൽകി. വലിയ പ്രസംഗവേദികളും പഠനശാലകളും മാത്രമല്ല, വീടുതോറും കയറി പ്രസംഗിക്കുന്ന രീതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൂടി വന്ന മൂപ്പന്മാരോട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഒരു ശുശ്രൂഷകന്റെ 4 വിധ ഗുണങ്ങളെപ്പറ്റി നമുക്ക് കാണാനായി കഴിയും. 1, അവൻ ദൈവത്തെ നിസ്വാർത്ഥമായി സേവിച്ചു. 2, വിശ്വസ്തയോടെ വചനം പ്രസംഗിച്ചു. 3, സഭയെ ശ്രദ്ധാപൂർവം കാവൽ ചെയ്തു. 4, മാന്യമായി അവരുടെ ഇടയിൽ ജീവിച്ചു. ഇന്നും ഏതൊരു ശുശ്രൂഷകനും ആവശ്യമായിരിക്കുന്ന 4 വലിയ ഉപദേശങ്ങളാണ് ഇതൊക്കെ. ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് സ്വന്തമാക്കാൻ, ഉയരത്തിൽ നിന്ന് തക്ക പ്രതിഫലം പ്രാപിക്കാൻ ഇതൊക്കെ മൂപ്പന്മാരെ സഹായിക്കും. ഒന്നാമതായി, നിസ്വാർത്ഥമായി ദൈവത്തെ സേവിച്ച പൗലോസിനെ നമുക്ക് കാണാം. താൻ എവിടെ കാലുകുത്തിയാലും അവിടെയൊക്കെ ദൈവവചനം ശക്തമായി പ്രസംഗിച്ചിരുന്നു പൗലോസ്. അതുകൊണ്ട് തന്നെ യഹൂദന്മാരാൽ തനിക്ക് വലിയ കഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ ദൈവത്തെ സേവിക്കുക, ദൈവത്തിന്റെ പദ്ധതിക്ക് കീഴ്പ്പെട്ടിരിക്കുക, താഴ്മയോടെ ഇരിക്കുക, അനുസരണത്തോടെ ഇരിക്കുക എന്നതാണ് പൗലോസ് എപ്പോഴും ആഗ്രഹിച്ചത്. സർവ അധികാരി ദൈവമാണ്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവവുമാണ് തന്നെ നിയന്ത്രിക്കുന്നത് എന്ന ബോധ്യം പൗലോസിന് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഭയിലെ മൂപ്പന്മാർക്ക് വേണ്ടുന്ന ഏറ്റവും ആദ്യത്തെ ഗുണം നിസ്വാർത്ഥമായി ദൈവത്തെ സേവിക്കുക എന്നതാണ്. സഭയ്ക്കകത്ത് വെല്ലുവിളികളും പ്രശ്നങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ആ കഷ്ടങ്ങളോട് കൂടെ ദൈവത്തെ സേവിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ കാര്യമാണ്. രണ്ടാമതായി, വിശ്വസ്തയോടെ വചനം പ്രസംഗിച്ചു. ദൈവത്തെങ്കിലേക്ക് തിരിയാനും മാനസാന്തരം പ്രസംഗിക്കാനുമാണ് പൗലോസ് തന്റെ പ്രസംഗത്തിലുടനീളം ശ്രദ്ധിച്ചത്. ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രസംഗങ്ങൾ. ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കാൻ താൻ ഒരിക്കലും ആഗ്രഹിച്ചതുമില്ല. പ്രയോജനമുള്ളതൊന്നും താൻ ആർക്കും മറച്ചു വെച്ചതുമില്ല. മനുഷ്യനെ പ്രസാദിപ്പിച്ചില്ല. ഇന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന, തനിക്ക് തന്നെ പ്രയോജനമുണ്ടാക്കുന്ന പ്രസംഗങ്ങളാണ് അധികവും നടക്കുന്നത്. ഭൗതികമായ നന്മകൾ പ്രാപിച്ചെടുക്കാൻ വേണ്ടി ദൈവവചനത്തെ ആ രീതിയിൽ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുമ്പോൾ കേൾവിക്കാർക്ക് സ്വർഗീയമായത് നഷ്ടപ്പെടാൻ ഇടയാകും. യേശുവാര്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയാത്ത പ്രസംഗങ്ങൾ പൂർണ്ണമല്ല. വചനമാണ് വാസ്തവത്തിൽ ഹൃദയങ്ങളെ ദൈവത്തോടടുപ്പിക്കുന്നത്, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. മൂന്നാമതായി, അദ്ദേഹം സഭയെ കാവൽ ചെയ്തു. താൻ എഫേസോസിലായിരുന്ന
2 വർഷവും 3 മാസവും രാവും പകലും ഇടവിടാതെ കണ്ണുനീർ വാർത്ത് അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് വാക്യത്തിൽ പറയുന്നുണ്ട്. 28 വാക്യം പറയുന്നു, ക്രിസ്തു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് ദൈവസഭ. ആ സഭയെ മേയ്ക്കാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കിയതാണ് ഓരോ മൂപ്പന്മാരെയും. ആയതിനാൽ ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം പറയുന്നുണ്ട്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അതുമാത്രമല്ല, വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. ആകയാൽ ഒരു നല്ല കാവൽക്കാരൻ എപ്പോഴും ഉണർന്നിരിക്കണം. സഭയ്ക്കുള്ളിലും പുറത്തും സംഭവിക്കുന്ന ദുരുപദേശങ്ങളെപ്പറ്റി ശ്രദ്ധിച്ചറിയുന്നവനായിരിക്കണം ഒരു സഭാ ശുശ്രൂഷകൻ. നുണ വിശ്വസിപ്പിച്ചിട്ട് സത്യത്തിൽ നിന്ന് വിശ്വാസികളെ അകറ്റുന്ന സാത്താന്റെ തന്ത്രങ്ങൾ അറിഞ്ഞ് അവർക്കെതിരെ പോരാടാൻ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കുന്ന ഇടയന്മാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. 4, ഒരു മാന്യമായ ജീവിതമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത്. ഏത് വിശ്വാസിയും ആദ്യം നോക്കുന്നത് അവരുടെ മൂപ്പന്മാരെ അല്ലെങ്കിൽ ശുശ്രൂഷകനെ, ഇടയനെ ആയിരിക്കും. ആയതിനാൽ ഒരു മാന്യമായ മാതൃകയാക്കുന്ന ജീവിതം അവരിൽ നിന്ന് ജനം എപ്പോഴും പ്രതീക്ഷിക്കും. വ്യക്തിപരമായ ഒരാദായത്തിനും വേണ്ടിയല്ല താൻ അവരുടെ ഇടയിൽ 3 വർഷക്കാലം ശുശ്രൂഷ ചെയ്തത്. അത് തൻ്റെ ഇടത്തോടെ പറയാൻ പൗലോസിന് കഴിഞ്ഞു. തനിക്കും കൂടെയുള്ളവർക്കും ചെലവിനായി താൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു. എഫേസോസിലെ അർത്തമീസ് ദേവിയുടെ പുരോഹിതന്മാർ സമ്പത്ത് നേടിയപ്പോൾ താൻ സ്വയം അധ്വാനിക്കുകയും പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയുമാണ് ചെയ്തത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് പറഞ്ഞു. അത് സ്വന്തം ജീവിതത്തിൽ പൗലോസ് ചെയ്തു കാണിക്കുകയും ചെയ്തു. തൻ്റെ ജീവിതം നോക്കി പഠിക്കുവാൻ വിശ്വാസികളോട് പറയാനുള്ള ധൈര്യം ഒരു ശുശ്രൂഷകനുണ്ടായിരിക്കണം. ധനമോഹിയായിട്ടല്ല, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നവനായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മയും സഹായിക്കട്ടെ. 36, 37, 38 വാക്യങ്ങൾ ഹൃദയസ്പർശിയായ ഒരു യാത്രയയപ്പ് നമുക്ക് കാണാം. എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തുടർന്ന് എല്ലാവരും വളരെ കരഞ്ഞു. ഇനി തങ്ങൾക്ക് വീണ്ടും കാണാൻ അവസരമുണ്ടാകുകയില്ലെന്ന് ഓർത്ത് അവർ ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. കപ്പലോളം കൂടെ വന്ന് പൗലോസിനെ യാത്ര അയച്ചു. ഒരു പാസ്റ്ററും അദ്ദേഹത്തിന്റെ സഹശുശ്രൂഷകരും തമ്മിലുള്ള ആഴമായ ബന്ധം നമുക്കിവിടെ കാണാം. തങ്ങളെ സ്നേഹിച്ച, സേവിച്ച വിശ്വസ്തനായ പൗലോസിന്റെ വിടവാങ്ങൽ എല്ലാവരിലും വേദനയുളവാക്കി. എങ്കിലും ശുശ്രൂഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന പൗലോസ് തങ്ങൾക്കെന്ന പോലെ ഇനി അനേകർക്ക് പ്രയോജനപ്പെടട്ടെ എന്നവർ ഉള്ളം കൊണ്ട് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഇതുപോലെയുള്ള നല്ല മാതൃകയുള്ള ശുശ്രൂഷകർ ഇക്കാലത്ത് വിരളമാണ്. ആകേണ്ടതുപോലെ നാമും അവരും ആയിത്തീരുവാൻ, വിശ്വാസികളും തങ്ങളുടെ അധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കരുതുവാൻ, അവർക്ക് വേണ്ടി കരയാൻ, സ്നേഹിപ്പാൻ തീരുമാനമെടുക്കുക. മനുഷ്യരോടും ദൈവത്തോടും സ്നേഹബന്ധം ശരിയാക്കുവാൻ ഒരു നല്ല സേവനം പൂർത്തീകരിച്ച് കർത്താവ് ഒരുക്കിയ പ്രതിഫലത്തിനായി കാത്തിരിപ്പാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വചന പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.